ഇങ്ങനെ തലയ്ക്ക് വെടിയേറ്റ് മരിക്കുന്ന ആൾക്കാരുണ്ട്, കൈയില്ലാതെ പോകുന്ന കക്ഷികളുണ്ട്, കാലില്ലാതെ പോകുന്ന കക്ഷികളുണ്ട്, ആംബ്യൂട്ടേഷനുണ്ട്. ഇതെല്ലാം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ വയറ്റിലൂടെ ഫീസസ് പോകുന്ന സംഭവം, ഈ ഇങ്ങനെ കൊളോസ്റ്റോമിയിൽ കൂടെ പോകുന്ന സംഭവം, ഇറ്റ്സ് ലൈക്ക് ദേ ഹാവ് നെവർ സീൻ ഇറ്റ്. അപ്പോൾ ഒരു സ്ത്രീ വന്ന് അവർ ഇത് കുട്ടി മരിച്ചു കഴിഞ്ഞതാണ്, വയറ്റിലുള്ള കുട്ടി ഈ പറഞ്ഞ സ്റ്റിൽ ബോണാണ്. അപ്പോൾ അതിന് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നേക്കുന്നത്. അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് സ്റ്റിൽ ബോണാണ്, കാണിച്ചു കൊടുത്തിട്ടുണ്ടില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു. ആ ഡെലിവറി വന്ന് പറഞ്ഞിട്ട് അവസാനം ഇവനാണ് അത് അസിസ്റ്റ് ചെയ്തത്. ഈ ഡെലിവറി ചെയ്തിട്ട് അവർ കാണിച്ചു കൊടുത്തു, സ്റ്റിൽ ബോണം കാണിച്ചു കൊടുത്തു. അപ്പം ഈ മദേഴ്സ് അല്ലേ, അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ഡെലിവറി ഒക്കെ ആയിരുന്നു. അവരുടനെ വിളിച്ചു പോകാൻ തുടങ്ങി, ഈ ഡിങ്കൻ എൻ്റെ കുട്ടിയെ കൊന്നേ എന്ന് വിളിച്ചു തുടങ്ങി. വളരെ ബിസെയറായിട്ടുള്ള ഇൻസിഡൻറ്റ്. ഈ പറഞ്ഞ ട്രൈബൽ വേൾഡിനകത്ത് ഉണ്ടാകുന്ന ഡൈനാമിക്സ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഒരു ഫൈറ്റ് നടക്കുന്നതെന്ന് വളരെ ലേറ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു ബൊലീവിയൻ ഡയറി ആ ബുക്കിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള അറിവിൻ്റെ അനുഭവങ്ങളുടെയും കൂമ്പാരമായ ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളുടെ കൂടെയുള്ള ഗസ്റ്റ് ഹു ഡേഴ്സ് ടു വാക്ക് ഇൻ ടു ദ ഫയർ, യുദ്ധത്തിനല്ല, ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് എ ഹീലർ പ്രൈമറിലി, ഓൾസോ professor in orthopedic surgeon and as well as general medicine, a war surgeon, Dr. Santosh Kumar. Please join me in welcoming. Santosh ഏട്ടാ നമസ്കാരം. സന്തോഷ് ഏട്ടൻ്റെ തോക്കും സിറിഞ്ചും ഈ ബുക്ക് അന്ന് എനിക്ക് ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞപ്പോൾ അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഡീറ്റെയിലിംഗ് വേണം എന്ന് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ബിക്കോസ് സന്തോഷ് ഏട്ടൻ ഓരോ ഇൻസിഡൻറ്റ് അതിനകത്ത് റെഫർ ചെയ്ത് പറയുമ്പോൾ അത് എങ്ങനെയാണ്, അതിൽ പിന്നെ ഇനി എന്താ ചെയ്തേ എന്നുള്ളൊരു ഒരു അറിയാനൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചില സമയത്ത് സന്തോഷം ഇത് എഴുതി അത് എഡിറ്റിങ്ങിൻ്റെ സമയത്ത് മാറ്റിയതാണോ, അപ്പോൾ അങ്ങനെ വല്ല മിസ് ഔട്ട് ചെയ്ത പോയിൻറ്റ്സ് എന്തെങ്കിലും നമുക്ക് കിട്ടുമോ എന്ന് നോക്കാനായിരുന്നു ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ആ ബുക്കിനകത്ത് സന്തോഷേട്ടൻ ഒരു പർട്ടിക്കുലർ ഇത് പറയുന്നുണ്ടായിരുന്നു, ഈ അക്കോബേനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിനകത്തൊരു യൂസ് ചെയ്തിരിക്കുന്ന ആ ടെർമിനോളജിയാണ് നമ്മളെ എല്ലാവരും ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. അതുപോലെ AK-47 കൊക്കക്കോളയും ഭയങ്കര സുലഭമാണ് അവിടെ നിന്ന്. അതങ്ങനെ പറയാൻ കാരണം എന്തായിരുന്നു? അങ്ങനെ വല്ല റീസൺ ഉണ്ടായിരുന്നോ, അതോ അത് ആ ഒരു യൂസേജിന് വരാൻ കാരണം എന്തായിരുന്നു? അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? അതൊരു സത്യമാണ്, അല്ലാതെ അതിനൊക്കെ ഒരു എന്താ പറയുക, കള്ളം ഇങ്ങനെ നമുക്ക് പറഞ്ഞു വയ്ക്കുന്ന ഏർപ്പാടേ അല്ല. കാരണം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആക്ച്വലി ഒരു ജിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ആഫ്രിക്കയുടെ ജിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ജിയോഗ്രഫിയും ജിയോളജിയും രണ്ടും നമുക്ക് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഈ ഡെസേർട്ട് ഉണ്ടാകുന്നതും ഡെസേർട്ടിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരുടെ മൈഗ്രേഷനും പോപ്പുലേഷൻ്റെ മൈഗ്രേഷനും എങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ ഈ പറയുന്ന ഒറ്റപ്പെട്ടു പോകുന്നതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ആക്ച്വലി നമ്മളൊരു ഈ ജിയോളജിയുടെ ടൈം സ്കെയിൽ എടുക്കുമ്പോൾ ആഫ്രിക്ക വാസ് ഓൺസ് അപ്പോൺ എ ടൈം, ഈ പറയുന്ന നമ്മൾ ഐസ് ഏജ് ഒക്കെ എത്തുമ്പോൾ മിക്കവാറും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഐസ് ഏജ് ഒക്കെ വരുന്നുണ്ട്. ഈ ഐസ് ഏജ് വരുമ്പോൾ ആഫ്രിക്ക ഈസ് നോട്ട് എ ഡെസേർട്ട്. എല്ലാ ഐസ് ഏജിലും ഡെസേർട്ട് അല്ല, ഈ വാം ഏജിലാണ് അത് ഡെസേർട്ട് ആവുന്നത്. ഈ സൈക്കിൾസ് അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ലാറ്റിറ്റ്യൂഡിനകത്ത് മുഴുവൻ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡെസേർട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സ് സെയിം ലെവലിലാണ് സൗദി അറേബ്യയിലെ ഇതുള്ളത്. സെയിം ലെവലിലാണ് നമ്മുടെ രാജസ്ഥാനിലെ അങ്ങോട്ട് നമ്മൾ ഈ വെസ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാത്തതിൻ്റെ കാര്യം ഹിമാലയസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതിനപ്പുറത്ത് ഗോബി ഡെസേർട്ട്, ഇപ്പുറത്ത് ഈ പറഞ്ഞ അമേരിക്കൻ ഡെസേർട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു റൗണ്ടിൽ ഇങ്ങനെ വരുന്നതാണ്, സെയിം ലാറ്റിറ്റ്യൂഡിൽ വരുന്നതാണ് ഡെസേർട്ട്സ് എന്നാണ്. അപ്പോൾ അത് അവിടുന്ന് ഈ വാട്ടർ വേപ്പർ രണ്ട് സൈഡിലോട്ട് പോളർ സൈഡിലോട്ട് പോകും, ഇപ്പുറത്തെ സൈഡിൽ ഇക്വേറ്റർ സൈഡിലോട്ടും പോകും. ഇക്വേറ്റർ സൈഡിൽ പോകുന്നതാണ് നമ്മൾ മൺസൂണും മറ്റുമൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നതൊക്കെ. സോ ദിസ് ഈസ് വെരി പെർട്ടിനൻ്റ് ഇതിനകത്ത്.
അപ്പോൾ ഇത് ഈ ഡെസേർട്ട് ഉണ്ടായി വരുന്ന സമയത്ത് സാധാരണ ഒരു നല്ല വെൽ തിക്ലി വെജിറ്റേറ്റീവ് ആയിട്ടുള്ള സ്ഥലം ഇങ്ങനെ ഡെസേർട്ടായിട്ട് മാറുമ്പോൾ അതിനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഈ പറയുന്ന താമസിക്കാനായിട്ടുള്ള ഈ പോപ്പുലേഷനൊക്കെ മൈഗ്രേറ്റ് ചെയ്യും. അത് വെള്ളവും ഭക്ഷണവും ആണ് അതിൻ്റെ ഒരു ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റീവ് അനുസരിച്ചാണ് എവിടെ കിട്ടുന്നോ അവിടേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മാറുമ്പോൾ സംഭവിക്കുകയെന്ന് വെച്ചാൽ അവർ നേരത്തെ ഒരു കൂട്ടമായിട്ടോ വലിയ കൂട്ടങ്ങളായിട്ടോ ഉണ്ടാകുന്ന കക്ഷികൾ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഡിസ്പേഴ്സ്ഡ് ആവും. ഓവർ ദി ജനറേഷൻ, തലമുറകൾ കഴിയുമ്പോഴും ഈ സംഭവിക്കും ഇവർ ഒരു സ്ഥലത്തങ്ങ് ഒറ്റപ്പെട്ടു പോകും. മിക്കവാറും നൈലിൻ്റെ കരയിൽ ഇറ്റ് മൈറ്റ് ബി ലൈക്ക് ഈ പറയുന്ന വൈറ്റ് നൈലോ ബ്ലൂ നൈലോ അങ്ങനെയാണത് ഒറ്റപ്പെട്ടു പോകുന്നത്. അപ്പോൾ ദിസ് ബാരിയർ, നമ്മളിപ്പോൾ ഈജിപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈജിപ്റ്റ് സീ സൈഡാണ്, അവിടെ ഒരു ഗ്രീനറി ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് താഴെ പിന്നെ അടുത്ത ഡെസേർട്ടാണ്. ഡെസേർട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആഫ്രിക്കയിലെ ഈ ഭൂമധ്യരേഖയെ ചുറ്റുമുള്ള പ്രദേശമാണ്. തിക്ലി ട്രോപ്പിക്കൽ ഗ്രീൻ ഫോറസ്റ്റാണുള്ളത്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ ഗ്രീൻ ഫോറസ്റ്റിനെയും മറ്റിനെയും വേർതിരിക്കുന്ന ഒരു ബാരിയറായിട്ടാണ് വാസ്തവത്തിൽ ഈ സഹാറ ഡെസേർട്ട് ഇരിക്കുന്നത്. അപ്പോൾ സോ ഇറ്റ്സ് ലൈക്ക് ഈ പറയുന്ന ഈ പോപ്പുലേഷനൊന്നും ആക്ച്വലി അവിടെ സർവൈവൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ടേക്ക് ഫോർ എക്സാമ്പിൾ സുഡാൻ ഓർ ഇവൻ ചാഡ്, സൗത്ത് സുഡാൻ, നോർത്ത് സുഡാൻ, ചാഡ്, ഈ പറയുന്ന ആ സമയത്ത് ആ ലെവലിലുള്ള മുഴുവൻ രാജ്യങ്ങളില്ലാത്ത കൃഷി ഒന്നും നടക്കത്തില്ല. ഒരു കൃഷി നടക്കില്ല, വെള്ളമില്ല. അപ്പോൾ പക്ഷേ ഈ പറയുന്ന റിവേഴ്സിൻ്റെ കരയിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ സ്ഥലത്തൊക്കെയാണ് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുന്നത്. സോ ആൻഡ് ദേ ടെം ടു ബി ഇൻ ഐസൊലേറ്റഡ് ആയി പോകുമ്പോൾ ട്രൈബൽ വേൾഡിലാണ് നിൽക്കുന്നത്. ട്രൈബൽ വേൾഡിലെ ആയുധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പും വടിയും, ഇവൻ മെറ്റലർജി പോലും എത്തിയിട്ടുണ്ടാവില്ല. മെറ്റലർജിയൊക്കെ പിന്നെയാണ് ഈ ഈജിപ്തിൽ നിന്നൊക്കെ വന്നിട്ടൊക്കെ ആയിരിക്കും കുറച്ചൊക്കെ മെറ്റലർജി ചെയ്തതാകുന്നത്. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഈസ് ലൈക്ക് ഈ പറയുന്ന കൊളോണൈസേഷൻ വന്നപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെയും റിച്ച് ഇൻ മിനറൽസ് ആൻഡ് ഓയിലാണ്. ഈ സൗദി അറേബ്യ പോലെയൊക്കെ. അപ്പോൾ ആ സെയിം ഡെസേർട്ടിൽ എല്ലാത്തിലും ഉണ്ടാകുന്ന സംഭവമാണ്. കാരണം ഒരു കാലത്ത് ഭയങ്കര വെജിറ്റേഷൻസ് ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം താഴെ പോയിട്ട് അത് ഈ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ ആയിട്ട് ഓയിലാവുകയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് ലൈക്ക് ഈവൻ സൗദി അറേബ്യ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആ ബെൽറ്റിൽ മുഴുവനുള്ള സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്ന ആ ഒരു പ്രദേശത്ത് കൊളോണൈസേഷൻ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ വിത്ത് ഈ ട്രൈബൽ വേൾഡിലെ ആൾക്കാർക്ക് അവരുടെ ഈ പറയുന്ന സാധാരണ ഈ കമ്പും വടിയും കൊണ്ടുള്ള യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു മോർബിഡിറ്റിയും കുറവാണ്. കമ്പ് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക അങ്ങനെയുണ്ട്. ബട്ട് വെൻ ദി ഗെറ്റ് ഈ ലീതൽ വെപ്പൺസ്, എ ട്രൈബൽ വേൾഡ് വിത്ത് എ ലീതൽ വെപ്പൺ. ഇപ്പോൾ ട്രൈബൽ വേൾഡിന് ഈ പറയുന്ന അങ്ങനത്തെ ഈ ഒരു മോറൽ വാല്യൂസോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മൾ മുമ്പ് എല്ലാ ട്രൈബൽ വേൾഡിലും അങ്ങനെയൊക്കെയാണ്. വലിയ മോറൽ വാല്യൂസ് ഒന്നുമില്ല. തമ്മിലടിക്കുമ്പോൾ അവരെന്തെങ്കിലും ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതാണ്. പക്ഷേ അടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാധനം ഇതാകുമ്പോൾ ആൾ മരിച്ചു. അതെ, മറ്റത് മരിക്കത്തില്ല. മരിക്കാതിരിക്കുമ്പോൾ സംസാരിക്കാമല്ലോ. അത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഡിഫറൻ്റ് ആണ്. മരിക്കാതിരിക്കുന്ന ആളും മരിച്ച ആളും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കുടിപ്പൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് 100 ഇരട്ടി 200 ഇരട്ടിയൊക്കെ ഒരു എൻ്റെ അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അവന് ട്രൈബൽ വേൾഡിൽ പിന്നെ അടുത്ത ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനെ കൊല്ലുക എന്നുള്ളതാണ്. കൊന്നവനെ കൊല്ലുക അല്ലെങ്കിൽ കൊന്നവൻ്റെ അച്ഛനെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ട്രൈബൽ വേൾഡിൽ ഉള്ളത്. അല്ലാതെ ഈ പറയുന്ന അവിടെ നീതി നടപ്പിലാക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നുമില്ല. സോ അക്കോബോ ഈസ് ഓൺ ദി, ഞാൻ പറഞ്ഞില്ലേ, അത് ഡിസ്ക്രൈബ് ചെയ്തതൊക്കെ എങ്ങനെ തന്നെ ഈ ലോകത്തിൻ്റെ ഒരു അങ്ങേയറ്റമാണ്. അവിടേക്ക് റോഡൊന്നുമില്ല. ജൂബയിൽ നിന്ന് പോകാനായിട്ട് റോഡൊന്നുമില്ല. കാരണം അവിടെ ആരും പോകാനാ? ഈ റോഡ് ബിൽഡിംഗ് എന്നൊരു അപ്രസക്തമായ കാര്യമാണ്. അപ്പോൾ ഈ അക്കോബോ റിവറിൻ്റെ അടുത്ത് ഒരു ചതുപ്പ് പ്രദേശത്ത് നിലനിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ അവിടത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ മിക്കവാറും ഈ അക്കോബോ റിവറിൽ കൂടെ വരുന്നത്, എത്യോപ്യയിൽ നിന്ന് വരുന്ന റിവറാണ്. അപ്പോൾ ഫ്രഞ്ച് കോളനീസും മറ്റു എല്ലാ കോളനീസിലെ ആൾക്കാർ വരുന്ന അങ്ങനെയാണ്. അവർ ഈ ആയുധം കൊണ്ട് കൊടുക്കുന്നത് ഇതാണ്.
ഇപ്പോൾ ആയുധം ഈ പറഞ്ഞ അതേസമയം അതുകൊണ്ടാണ് AK-47 ഉള്ളത്. AK-47 അതിൻ്റെ ഈ പറഞ്ഞ കൊക്കക്കോളയ്ക്ക് ഏറ്റവും നല്ല ഈ പറഞ്ഞ മെഷീനറിയാണ്, ഈ പറഞ്ഞ മാർക്കറ്റിംഗ് മെഷീനറി. സോ ദേ ഗെറ്റ് ദിസ് കൊക്കക്കോളയും. ഇത് രണ്ടും വളരെ ഇത്രയും കൃഷിയൊന്നും നടക്കത്തില്ല. കൃഷി എന്തെങ്കിലും നടന്നാൽ തന്നെ മറ്റേ അപ്പുറത്തെ ആൾക്കാർ ഒന്ന് നശിപ്പിക്കും. ഒരു യുദ്ധം വരുമ്പോൾ നശിപ്പിക്കും. കൃഷി ഗ്രാജുവലായിട്ട് കുറഞ്ഞു വരും. പിന്നെ ഈ WHO IOM ഒക്കെ കൊടുക്കുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് കൊടുക്കുന്ന ഫുഡിലാണ് അവർ സർവൈവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ ഡ്യൂ കോഴ്സ് അതൊന്നും ഈ സർവൈവലിൽ ഇവർക്ക് ഈ പറയുന്നത് ഇങ്ങനത്തെ വേറൊരു പുറത്ത് വേൾഡ് ഉണ്ടെന്നും അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നതെന്നും അങ്ങനെ ധാരണകളൊന്നും ഉണ്ടാവില്ല. ഹ്യൂമാനിറ്റേറിയൻ വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവരെ ഇങ്ങനെ രക്ഷിക്കാനല്ല പറയുന്നത്, അവരെ ഒരു ഇമ്പ്രൂവ് ചെയ്ത് ഒരു കൈ പിടിച്ചിട്ട് മുകളിലോട്ട് കയറ്റാനുള്ള ഒരു സംഭവമാണെന്ന്, സ്വന്തമായി നിൽക്കണമെന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് കുറച്ച് നാളത്തേക്ക് കാണത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊരു ശീലമായി പോകും. ഇതങ്ങ് ശീലമായിട്ട് ഇതിലങ്ങ് ഡിപ്പെൻഡൻ്റ് ആവാം സൊസൈറ്റി, ഈ എയ്ഡിലങ്ങ് ഡിപ്പെൻഡൻ്റ് ആവും. അപ്പോൾ എയ്ഡിൻ്റെ കൂടെ വരുന്നതാണ് ഈ പറയുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന കിട്ടുന്ന ആയുധവും വക്കമൊക്കെ. അപ്പോൾ സോ ഇറ്റ് ഗെറ്റ് സമ്മേർജ്ഡ് ഇൻ ദിസ് ഹോൾ വേൾഡ്. ഈ പറയുന്ന എയ്ഡ് ഒരു വശത്ത്, അപ്പോൾ അതിന് കൂടെ ഉണ്ടാകുന്ന പട്ടിണി, റിപ്പീറ്റഡ് ആയിട്ടുള്ള പട്ടിണി, ഫാമിൻസ്, രോഗങ്ങൾ, മാൽന്യൂട്രീഷൻ, അതെല്ലാം ഒരു സ്ഥലത്തങ്ങനെ നിൽക്കും. അതേസമയം ഈ പറയുന്ന ആണുങ്ങളെല്ലാം കൂടെ ഈ പറയുന്ന ആയുധം പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കും. മാഫിയാസ് ഉണ്ടാവും. മാഫിയാസ് ഈ റിസോഴ്സ് കൺട്രോൾ ചെയ്യും. ഈ മാഫിയാസിൻ്റെ ആൾക്കാരെ വിലക്കെടുക്കാൻ എളുപ്പമാണ്. കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾക്കെല്ലാം അത് വിലക്കെടുക്കാം. അവർ വിലക്കെടുത്തിട്ട് ആ റിസോഴ്സ് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകും. ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. ദിസ് ഈസ് ആക്ച്വലി, ബട്ട് നൗ ഇറ്റ്സ് ലൈക്ക് ബിക്കമിങ് ഡിഫറെൻറ്റ്. നമ്മളിപ്പോൾ ഇപ്പോൾ റീസെൻറ്റ് വേൾഡ് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആവുന്നത്. ഇപ്പോൾ ബുർക്കിന ഫാസോയോ ടോഗോയോ ഈ പറയുന്ന നൈജീരിയ, ഗാന, ഇവരെല്ലാം ആ ദോ ദേ ആർ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ്, ദേ ആർ ബിക്കമിങ് ഇത്രയും നാളുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പോലും അവരെ ഭരിച്ചുകൊണ്ടിരുന്നത് പുറത്തുനിന്ന് ആൾക്കാരാണ്. സോ കോൾഡ് ഇൻഡയറക്റ്റ് കൊളോണൈസേഷൻ വാസ് ഹാപ്പനിങ് ദെയർ. അവർ റിസോഴ്സ് കൺട്രോൾ ചെയ്യുന്ന രീതി ഈ പറയുന്ന ഗവൺമെൻറ്റുകളുടെ പപ്പറ്റ് ഗവൺമെൻറ്റ്സിനെ ഉണ്ടാക്കുകയോ, അപ്പോൾ ഇല്ലെങ്കിൽ മാഫിയ തലവന്മാരെ ഗവൺമെൻറ്റിൻ്റെ ഹെഡാക്കുകയോ, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ട് അവർ വഴി ഈ റിസോഴ്സ് കടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് ഒരു റീ അവേക്കനിങ് ഇപ്പോൾ വരുന്നുണ്ട്. സോ that might be a different story, but what is happening is like this. അതാണ് എൻ്റെ ഒരു ചുരുക്കി പറയാനുള്ളത് അതാണ് സംഭവിക്കുന്നത് അവിടെ. റൈറ്റ്. ഈ ഒരു കംപ്ലീറ്റ് ആ ബുക്ക് വായിക്കുമ്പോൾ നമുക്കത് ഓർത്തെടുത്ത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ജോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ സന്തോഷേട്ടനൊരു ഈ വെടിയുണ്ടയുടെ സഞ്ചാരപാതങ്ങളിൽ ആൻ്റണിയുടെ കൊളോസ്റ്റമി കേസസിനെ പറ്റിയിട്ടൊരു ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് കേണൽ ജോഷുവ ഒരു മേജർ ഒരു ഹെൽപ്പിംഗ് ഒരു ഹാൻഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ സിറ്റുവേഷൻ എന്തായിരുന്നു, അതെങ്ങനെയാണ് സന്തോഷേട്ടൻ അതിനെ ഹാൻഡിൽ ചെയ്തത്, എങ്ങനെയായിരുന്നു അത് ഓവർകം ചെയ്യാൻ പറ്റിയത് എന്നൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? അത് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത, നമ്മൾ ഭയങ്കര ഔട്ട് ഓഫ് ദ വേ ഉണ്ടാകുന്ന ഈ ഇൻസിഡൻസ്. ഇതുപോലെ ഒത്തിരി ഇൻസിഡൻസ് ദിവസം ഇങ്ങനെ അവിടെയൊക്കെ പോകുമ്പോൾ ഈ ട്രൈബൽ വേൾഡിലെ ആൾക്കാരുടെ പെർസെപ്ഷൻസ്, അവരുടെ മോറൽ വാല്യൂസ് എല്ലാം വളരെ വളരെ ഡിഫറെൻ്റാണ്. അപ്പം നമ്മളതൊന്നും മനസ്സിലായില്ലെങ്കിൽ പലപ്പോഴുമൊക്കെ നമ്മൾ ഇങ്ങനെ കുഴിയിൽ ചെന്ന് ചാടും. അപ്പോൾ ഇനി നമുക്ക് മുമ്പേ ഉള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന ആൾക്കാരായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷേ താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ ഒക്കെ നടത്തുന്ന എസ്കേപ്പ് റൂട്ട്സ് പലപ്പോഴും ഒക്കെ ഡേഞ്ചറസ് ആയിട്ട് മാറും. ദാറ്റ്സ് ലൈക്ക് ടോട്ടലി ഇങ്ങനെ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന രീതി ഭയങ്കരമായിട്ട് ഡെലിക്കേറ്റ് ആയിരിക്കണം. നമുക്കതിനെക്കുറിച്ച് നേരത്തെ അവെയർനെസ് ഉണ്ടായിരിക്കണം. ഇത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാമെന്നൊക്കെ അറിയാം. എന്നാലും പോലും അപ്പോൾ ഇറ്റ്സ് പോസിബിൾ. അങ്ങനെ സംഭവിച്ച് പലപ്പോഴും മിക്കവാറുമൊക്കെ സംഭവിക്കും അങ്ങനെ. അപ്പോൾ വൺ ഓഫ് വി റാൻ ഇൻ ടു സച്ച് സിറ്റുവേഷൻ. എനിക്ക് വാസ്തവം ഞാൻ ചെല്ലുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു അവിടെ ഈ അക്കോബ എന്ന് പറയുന്നതിന് ഇത്രയും ഈ പറഞ്ഞ ന്യൂവർ എന്ന് പറയുന്ന ഒരു ട്രൈബാണ്. വെരി ബ്യൂട്ടിഫുൾ. അവർക്ക് കാണാനൊക്കെ നല്ല ടോളാണ്. നമ്മൾ ആഫ്രിക്ക എന്ന് പറയുന്നതിനെക്കാട്ടി ആഫ്രിക്കയിലെ ട്രൈബ്സ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കുന്ന ചെറിയ പൊക്കം കുറഞ്ഞ
ചുരുണ്ട മുടിയുള്ള ആൾക്കാരെന്നുള്ള. ബട്ട് ദീസ് ന്യൂവർ ട്രൈബ്സ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഭയങ്കര എലഗൻ്റായിട്ട് പൊക്കമുള്ള, ഭയങ്കര കാണാൻ നല്ല ഭംഗിയുള്ള ആൾക്കാരാണ്. ഓക്കെ. ഭയങ്കര ഭയങ്കര ഹെഫ്റ്റി ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരാണ് ഈ അവരുടെ വേൾഡാണിത്. ഈ പറഞ്ഞ അക്കോബോ എന്ന് പറയുന്ന അവരുടെ വേൾഡാണ്. അവിടെ ഈ രാജ്യം ശരിക്കും സൗത്ത് സുഡാനിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും അക്കോബോ കൗണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രാജ്യമാണ്. ഈ പറഞ്ഞ സുഡാൻ്റെ ഗവൺമെൻറ്റും ഒക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബന്ധമൊന്നും കാണത്തില്ല. നമ്മൾ ഈ ഡെസർട്ടിഫിക്ക ഈ ആൾക്കാർ ഐസൊലേറ്റഡ് ആയി പോകുമ്പോൾ ഈ ലോയൊക്കെ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് റോഡില്ല, ഈ പറഞ്ഞ കണക്ടിവിറ്റി ഇല്ല, ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരു ലോ ആൻഡ് ഓർഡർ ഒന്ന് എക്സ്റ്റാബ്ലിഷ് ചെയ്യാനൊന്നും ഒരു രാജ്യം ഒന്നും നിലവാരത്തിലൊന്നും കഴിയത്തില്ല. ഒന്നും കഴിയത്തില്ല. അപ്പോൾ അവരുടെ വേൾഡിൽ അങ്ങ് ജീവിക്കുന്നു. അവർക്ക് ഈ പറയുന്ന സുഡാനോ എത്യോപ്യയും തമ്മിലൊരു വ്യത്യാസവും ഇല്ല. ഒക്കോബോ റിവറിൻ്റെ അവർ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അവർക്ക് ബോർഡറും അറിയത്തില്ല, ഇതാണ് ബോർഡറെന്ന്. ബോർഡറിനെ കുറിച്ച് അങ്ങനെ നമുക്കാണ് ഈ പറഞ്ഞ ഈ രാജ്യത്തിൻ്റെ ബോർഡറിനെ കുറിച്ചൊക്കെ ധാരണയുള്ളത്. കാരണം നമുക്കത് അത്യാവശ്യമാണ്. അവിടെ ഈ വിസ ഈ പറയുന്ന ഇവിടേക്ക് അക്കോബോ റിവറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോകാനായിട്ട് വിസ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഈ സ്റ്റാമ്പ് അടിക്കാനേ നേരം കാണുള്ളൂ. അവർ ചുമ്മാ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്ന സാധാരണ മനുഷ്യന്മാരാണ്. അല്ലാതെ വലിയൊരു ഡിഫറൻസ് വാസ്തവത്തിൽ അവർക്ക് ഈ പറയുന്ന ബോർഡറിനെ അവർക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞാൻ ചെന്നിറങ്ങുമ്പോൾ ഈ പറഞ്ഞ ഇവർ കോൺസ്റ്റൻ്റായിട്ട് ഇവരും ഡിങ്ക എന്ന ട്രൈബുമായിട്ട് കോൺസ്റ്റൻ്റായിട്ട് സുഡാൻ സൗത്ത് സുഡാൻ ഉണ്ടാവുന്നത് തന്നെ 2013 ഉണ്ടാവുന്നത്. നോർത്ത് സുഡാൻ ഈ പറഞ്ഞ ഇപ്പോഴത്തെ സുഡാനും ഈ സൗത്ത് സുഡാനും ഒരു വലിയ രാജ്യമായിരുന്നു. അതിന് സുഡാനിലായിരുന്നു അതിൻ്റെ ക്യാപിറ്റൽ, ഖാർത്തൂമിലൊക്കെ ആയിരുന്നു ക്യാപിറ്റലുണ്ടായിരുന്നത്. അതിൻ്റെ ഹിസ്റ്ററി വലുതാണ്. 47 മുതലുള്ള ഹിസ്റ്ററിയാണ്. അവർ ഈ പറയുന്ന ഈ അവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ഈ പറയുന്ന മെജോറിറ്റി ഈ നോർത്തിൽ മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയാണ്. ഡെസേർട്ടിനകത്തുള്ള മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയാണ്. അതേസമയം ഈ സൗത്തിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ ട്രൈബൽ ഏരിയ അങ്ങ് തുടങ്ങും. ദേ ഡോണ്ട് ഹാവ് അങ്ങനെ ഒരു റിലീജിയനോ അങ്ങനെയൊന്നുമില്ല. ട്രൈബലായിട്ടുള്ള വേൾഡാണ്. ടോട്ടലി ഈ പറയുന്ന ട്രൈബ്സാണ്. പക്ഷെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ക്രിസ്ത്യാനിറ്റിയാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു പ്രശ്നം പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണത്. അത് മൂത്താണ്. പക്ഷേ അതിന് സംഭവിച്ചു വെച്ചാൽ ഈ സൗത്ത് സുഡാനിലാണ് ഏറ്റവും കൂടുതൽ ഓയിലൊക്കെ ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ഇതെല്ലാം ഉള്ളത് സൗത്ത് സുഡാനിലാണ്. ഇപ്പോൾ സൗത്ത് സുഡാൻ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഇക്വേറ്ററിൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് കോങ്കോ ഉള്ള സ്ഥലം പോലെയാണ്. കോങ്കോ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൻ്റെ ബോർഡറാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പറയുന്ന ഇത്രയും ഒരു സൗത്ത് സുഡാൻ വന്ന് കഴിയുമ്പോഴേക്കും സ്റ്റിൽ ട്രൈബൽ വേൾഡ് ആയതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഈ പറയുന്ന പ്രസിഡന്റ്, ഈ ജനാധിപത്യം തുടങ്ങിയ സാധനങ്ങളൊന്നും നമ്മൾ 200 വർഷം എടുത്തിട്ടാണ് ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഇതൊക്കെ പഠിക്കുന്നത്. ഇറ്റ് നീഡ്സ് ടൈം ടു പ്രാക്ടീസ് ഡെമോക്രസി. ഈ പ്രതിപക്ഷം ഇല്ലെങ്കിൽ ഇവരൊക്കെ ജീവിച്ചിരിക്കണമെന്നുള്ളത്. നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്ന മനുഷ്യന്മാർ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അവർ ജീവിച്ചിരിക്കണമല്ലോ. അപ്പോൾ ഈ ബേസിക് ഹ്യൂമാനിറ്റേറിയൻ ഈ പറയുന്ന ഒരു വ്യൂ പോയിന്റ് ഇല്ലെങ്കിൽ ഡെമോക്രസി വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഏറ്റവും എളുപ്പം ഈ പറയുന്ന വ്യത്യസ്തമായിട്ട് അഭിപ്രായമുള്ളവർ തട്ടിക്കളയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ ഇവിടുത്തെ അതിനകത്തുള്ള പൊളിറ്റിക്സ് ഭയങ്കരമാണ്. സൗത്ത് സുഡാനകത്ത് ഈ പറഞ്ഞ പല ട്രൈബ്സ് ഉണ്ട്. അവർ തമ്മിലുള്ള കോയലിഷനൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലിംസിയാണ്. അതിന് പുറത്തുകൂടെയാണ് ഈ പറയുന്ന ഓയിൽ മറ്റുമൊക്കെ കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രഷറൊക്കെ വരുന്നത്. ദാറ്റ് ഇറ്റ് സെൽഫ് മേക്സ് ഇറ്റ് മോർ കോംപ്ലിക്കേറ്റഡ്. ഈ പറഞ്ഞ ആർക്ക് പൈസ കിട്ടുന്നു, ആരാണ് എവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ ആയുധങ്ങളുള്ളവർ, കൂടുതൽ അമ്യൂണിഷനുള്ളവരാണ് യൂഷ്വലി കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ആര് കൂടുതൽ കൊടുക്കുന്നു, ആർക്ക് ഒരു പോയിന്റിൽ ആർക്കാണ് കിട്ടുന്നത് അവർ ജയിക്കും, മറ്റൊരു മുഴുവൻ തട്ടിപ്പോവും. ഇപ്പോൾ ഈ രണ്ട് ട്രൈബ്സും തന്നെ തമ്മിൽ ഒരു ട്രൈബൽറി ഇൻ ഡ്യൂ കോഴ്സ് ഉണ്ടായിട്ട് 13 തന്നെ രാജ്യം ഉണ്ടാകുമ്പോൾ തന്നെ ഫസ്റ്റ് മന്ത്രിസഭയിൽ ക്യാബിനറ്റിൽ വെടിപൊട്ടി.
മന്ത്രിമാരടക്കം മരിച്ചു വീണ്. മന്ത്രിമാരടക്കം മരിച്ചു വീണ് ഇൻഡസ്ട്രി. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ ഇത് എന്താന്ന് പറയുന്നത്, യുദ്ധം നടന്ന പൊച്ചാല സ്ഥലത്താണ് ഇവിടെ ഡിങ്ക ട്രൈബ്സിൻ്റെ ഒക്കെ ഒരു സ്ഥലം. അവരവിടെ പോയിട്ട് യുദ്ധം നടന്നപ്പോഴാണ് ഈ ഒരു ബുള്ളറ്റ്, ഇറ്റ്സ് ലൈക്ക് പറഞ്ഞ ആ ബുള്ളറ്റിന് ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് വാക്കുകൾ, അത് ഇങ്ങനെ ഒരു ബുള്ളറ്റ്. അയാൾ വെറുതെ ഇരുന്നിട്ട് പെട്ടെന്ന് എണിച്ച് നോക്കിയത്, ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു വെടി ഒച്ചയേക്കുന്നത്. പിന്നെ അയാൾക്ക് പിന്നെ അത് നനഞ്ഞ് ഇങ്ങനെ ഇതിലെ കൂടെ ബ്ലഡ് പോകുന്ന കരുന്ന് കണ്ടത്. ആ പിടിച്ച് നോക്കുമ്പോൾ അപ്പോഴേക്കും ബോധം കെട്ട് വീഴുന്നു. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അതിൻ്റെ ട്രജക്ടറി അൺഡിസ്ക്രൈബബിൾ ട്രജക്ടറിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഗസയിലൊക്കെ പോകുമ്പോഴത് ഒരു ട്രജക്ടറി കാണും. ഒരു മനുഷ്യനൊക്കെ ഇവിടുന്ന് കഴുത്തിലൊക്കെ കരോട്ടിഡ് ആർട്ടറിയും ജുഗുലാർ ആർട്ടറിയുടെയും വെയിൻ്റെയും ഇടയ്ക്ക് കൂടെ വെർട്ടിബിൾ കോളത്തിൻ്റെ ജസ്റ്റ് തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ബുള്ളറ്റുമായിട്ട് നമ്മൾ കാഷ്വലിലേക്ക് നടന്നു വരുന്ന മനുഷ്യനുണ്ട്. ജസ്റ്റ് മില്ലിമീറ്റർ അപ്പുറത്തും പോയാൽ മരിച്ച് അതിൽ എത്തൂല, ഇവിടം വരെ വരില്ല. ആ ചിന്തയില്ല, സംഭവമില്ല. ഈ പറഞ്ഞ ആ കരോട്ടിയുടെ ബ്രെയിന് മുഴുവൻ കൊടുക്കുന്ന ഇതും ജുഗുലാർ വെയിൻ വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചു വരുന്നതും വെർട്ടിബിൾ കോളം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു സ്പൈനൽ കോഡ് ഇഞ്ചറി ഉണ്ടാകുന്നതൊക്കെയുള്ള ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്പീഡ്, ഈ ബുള്ളറ്റിൻ്റെ സ്പീഡ്, അയാൾ ആ ഡിസ്റ്റൻസ്, എവിടെ നിന്ന് വെടിവെക്കുന്നു, അത് എങ്ങനെ ഉന്നം പിടിച്ചിട്ട് എവിടെ നിന്നാണ് വെടിക്കുക, ഉന്നം പിടിച്ചു കഴിഞ്ഞിട്ട് ഇയാളുടെ മൂവ്മെൻറ്റ്, ഇറ്റ്സ് ലൈക്ക് ടോട്ടലി ഒരു മാജിക്കൽ മൂവ്മെൻറ്റിലാണ് ഈ ബുള്ളറ്റൊക്കെ ഒന്ന് കയറുന്നത്. സോ ദാറ്റ് ദേ റീച്ച് ദി കാഷ്വാലിറ്റി. ഇമർജൻസി റൂമൊക്കെ എത്തുന്നത് അങ്ങനെയാണ് എത്തുന്നത്. അപ്പോൾ ഇയാളുടെ ഈ പറയുന്നത് ഇറ്റ് ഗോസ് ത്രൂ ഹിസ് ബാക്ക് ആൻഡ് ഈ പറയുന്ന ഒരു രക്തത്തിൻ്റെ പകുതിയൊക്കെ എടുത്തിട്ട് പോയി ഏനൽ കനാലൊക്കെ പോയിട്ട് ടേക്സ് വൺ ഓഫ് ഹിസ് ഈ പറഞ്ഞ ടെസ്റ്റിക്കിൾസും കൂടെ എടുത്തിട്ടാണ് ഇറ്റ് ഫ്ലൈസ് അവേ. അപ്പോൾ ഈ പൊച്ചാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറേ നടക്കണം ഈ ഇവിടെ എത്താനായിട്ട്, അക്കോബോ എത്താനായിട്ട്. അപ്പോൾ ഇവരെല്ലാം പിന്നെ പൊക്കിയെടുത്തോണ്ട് പോയി. പറഞ്ഞ യങ്ങായിട്ടുള്ള മനുഷ്യനല്ലേ, ഇവനെ പൊക്കിയെടുത്തോണ്ട് പോയി അവിടെ നിന്ന്. അപ്പോഴാണ് ഈ സർജറി, അവിടുത്തെ ഈ അക്കോബോയിലെ ഈ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റൽ മാത്രമാണ് അവിടെ ഒരു എന്താ പറയുന്ന ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് എന്നോ ഈ ഓഡിറ്റർ ബിൽഡിംഗ് എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഈ പ്രസിഡന്റ് വീടടക്കം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹൗസസ് ആണ്. ഫ്രഞ്ച് ഗവൺമെൻറ് ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ അത് മാത്രമാണ് റിമെയിൻ ചെയ്യുന്നത്. അവിടുത്തെ ഡോക്ടറാണ്, ICRCയുടെ ഡോക്ടറാണ് പറയുന്നത് ഇത് കൊളോസ്റ്റമി ഉണ്ടാക്കാതെ നടക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് കൊളോസ്റ്റമി എന്താണെന്ന് അറിയത്തില്ല. ഇതിനകത്തൂടെയാണ് ഇങ്ങനെ ഫീസസ് ഒക്കെ മുഴുവൻ ശിഷ്ട ജീവിതം മുഴുവൻ അങ്ങനെ ആയിരിക്കുമെന്നും അറിയത്തില്ല. ഇവരെങ്ങനെയെങ്കിലും അപ്പോൾ ഇതിനെ രക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവരങ്ങനെ ചെയ്യുന്നു. ഇവർ ചെയ്ത് കഴിഞ്ഞിട്ട് യങ്ങായിട്ടുള്ള മനുഷ്യനല്ലേ, അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ഹീൽ ചെയ്തു. ബാക്കി മുറിവെല്ലാം ഏകദേശം ഉണങ്ങി. ഞാൻ ചെല്ലുമ്പോൾ ആക്ച്വലി അവന് ഈ പറഞ്ഞ നല്ല ആരോഗ്യവാനായ ചെറുപ്പക്കാരായ കൊളസ്ട്രോമി ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പല സർജന്മാർ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ സർജൻസാണ് പറയുന്നത് അവർ എപ്പോഴും ഈ പ്രശ്നം ഇവന് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും. കുറച്ച് നാൾ വീട്ടിൽ പോയി നിന്നിട്ടൊക്കെ വരും. വീട്ടിൽ നിന്ന് പോയി നിന്നപ്പോൾ ആദ്യം ഈ പറയുന്ന അക്കോബിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വെടിയൊന്നും ഒരു പുത്തരിയല്ല. വെടിവെപ്പും കൊള്ളിവെപ്പും ഇല്ലെങ്കിൽ കലാപമൊന്നും പുത്തരിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തലയ്ക്ക് വെടിയിട്ട് മരിക്കുന്ന ആൾക്കാരുണ്ട്, കൈയില്ലാതെ പോകുന്ന കക്ഷികളുണ്ട്, കാലില്ലാതെ പോകുന്ന കക്ഷികളുണ്ട്, ആംബ്യൂട്ടേഷനുണ്ട്. ഇതെല്ലാം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ വയറ്റിലൂടെ ഫീസസ് പോകുന്ന സംഭവം, ഈ ഇങ്ങനെ കൊളോസ്റ്റോമിയിൽ കൂടെ പോകുന്ന സംഭവം, ഇറ്റ്സ് ലൈക്ക് ദേ ഹാവ് നെവർ സീൻ ഇറ്റ്. അത് ഭയങ്കരമായിട്ടൊരു അവരുടെ ഒരു മോറൽ വാല്യൂസിനകത്ത്, അല്ലെങ്കിൽ മോറൽ വാല്യൂസിൽ അവരുടെ ഒരു ഇമാജിനേഷൻ അപ്പുറത്താണ് ഇതൊരു ഇത്രയും ഒരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിട്ട് അവർ മാറി. അപ്പോൾ എല്ലാവരും എന്ത് പരിഹരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്നത്. ഇവൻ്റെ ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ ഈ കണ്ടിട്ട് ബോധം കെട്ട് താഴെ വീണു. പിന്നെ അതിൽ കക്ഷി കളഞ്ഞിട്ടങ്ങ് പോയി. അപ്പോൾ മാത്രമല്ല ഈ ഗേൾഫ്രണ്ടൊക്കെ ഇവരൊക്കെ നോക്കുമ്പോൾ അവിടെ ഈ പശുവിനെയും കളയും കൊടുത്തിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ആണുങ്ങൾ അങ്ങോട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇവിടുത്തെ പോലെയല്ല.
അപ്പോൾ കൂടുതൽ പശുവിനുള്ളവരും കൂടുതൽ ഏറ്റവും നല്ല നല്ല ബ്രൈഡിനെ കിട്ടും, നല്ല കിട്ടും. അപ്പോൾ ഇവന് പകരം കൊടുക്കാനായിട്ട് ഇവന് എങ്ങായിട്ടുള്ളൊരു വാർ വെറ്ററനല്ലേ, ഇവനിത് കൊടുക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നാലും ഒരു പെണ്ണ് വരില്ല, ഈ കേസായിട്ട് വരുന്നില്ല, മുന്നിൽ കെട്ടി വരുന്നില്ല. അതോടുകൂടി ഇതൊരു അക്കോബയുടെ ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു ബേണിങ് പ്രശ്നമായിട്ട് ആൻ്റണി മാറുകയാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ നമ്മൾ തൊട്ടുമ്പോൾ പോകുന്ന സർജൻ, അവന് ഉഗാണ്ടക്കാരനാണ്, ജോൺസൺ എന്ന് പറയുന്നത്. കക്ഷി അവിടെ ചെന്നിട്ട് ഞാൻ ഇപ്പം ശരിയാക്കി തരാം, എവിടെ ചെറിയ സ്ക്രൂ ഡ്രൈവർ എവിടെ പറഞ്ഞിട്ട് ചെറിയ സ്പാനർ സ്ക്രൂ ഡ്രൈവറൊക്കെ പറഞ്ഞിട്ടാണ് കക്ഷി അത് കയറുന്നത്. അപ്പോഴാണ് കക്ഷിക്ക് തുറന്നു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് താഴെ ഇത് കംപ്ലീറ്റ് ഒരു ക്ലോസ്ഡ് ആണ്, താഴെ ഒന്നുമില്ല, ഈ അനൽ കനാലും മറ്റു സംഭവമൊന്നും ഇല്ല. അപ്പോൾ ഇതിനകത്ത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് കക്ഷി മനസ്സിലായി. അപ്പോൾ കക്ഷിക്ക് പറയാനും പറ്റത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കക്ഷി ഉടനെ തീരുമാനിക്കുന്നത് അത് പതുക്കെ ക്ലോസ് ചെയ്തിട്ട് വെച്ചിട്ട് പറഞ്ഞു, നാളെ ഇവിടുന്ന് ഒരു ഇന്ത്യയിൽ നിന്നൊരു പ്രൊഫസർ വരുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് പ്രൊഫസർ വരുന്നുണ്ട്. കക്ഷി ഇന്ത്യൻസ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സർജന്മാരാണ്, അവരെന്ത് പ്രശ്നവും കൈകാര്യം ചെയ്യും. ഇത് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ കക്ഷിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കക്ഷി അവിടെ നിന്ന്, ഞാൻ ഈ വന്ന് ഇറങ്ങുന്ന അതേ ഇത് ഹെലികോപ്റ്ററിലാണ് ഇയാൾ തിരിച്ചു പോകുന്നത്. എൻ്റെ അടുത്ത് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, ഇങ്ങനത്തെ സംഭവത്തെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് കൈ തന്നിട്ടൊക്കെ കക്ഷി അങ്ങ് പോയി. ഞാനീ പോയി റൗണ്ട്സ് എടുക്കുമ്പോഴാണ് ഇവനെ കാണുന്നത്. അപ്പോൾ ഇവൻ ഈ പറഞ്ഞ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാ ദിവസവും റൗണ്ട്സ് എടുക്കുമ്പോൾ നമുക്ക് ആ ഈ കൊളോസ്റ്റമി കെയർ മാത്രമേ നമുക്ക് പറയുന്നുള്ളൂ. നമുക്ക് ഞാനൊരു ഓർത്തോപെഡിക് സർജനാണ്, എമർജൻസി മെഡിസിനിലും ഓർത്തോപെഡിക്സിലാണ് നമുക്ക് ഉള്ളത്. ജനറൽ സർജറിയിൽ നമുക്ക് ഈ പറഞ്ഞ കൊളോസ്റ്റമിയിലൊന്നും വലിയ അങ്ങനെ ഒരു പ്രാവീണ്യം നമുക്കൊന്നുമില്ല. ഒരു അത്യാവശ്യം അപ്പൻഡിസെക്ടമിയോ അതൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഇത് കൊളോസ്റ്റമി തിരിച്ചു. ഇപ്പം ഞാൻ കേസ് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി സംഭവം ഇത്. അപ്പോഴും ഈ ജോൺസൺ വെച്ച് ഇപ്പോൾ പണിത പാര എനിക്ക് മനസ്സിലായിട്ടില്ല, എൻ്റെ പേരിൽ പറഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഇങ്ങനെ ഇത് സംഭവമാണ്, കൊളോസ്റ്റമി കെയർ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. വേണമെങ്കിൽ ഇവിടുത്തെ ഒരു റോ ഏരിയ ഉണ്ടായിരുന്നു, അവിടെ നമുക്ക് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യാം. അത് ഇവനെ കൊണ്ട് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് തിയേറ്ററിൽ പോസ്റ്റ് ചെയ്തു. പിന്നെ ബ്രദർ വന്നിട്ട് പറഞ്ഞ് എന്താ ചെയ്യാൻ പോകുന്നത്, ഭയങ്കര ഇപ്പോഴത്തെ ആൾ നമ്മളിങ്ങനെയൊക്കെ നോക്കി ഇനി പറയുമോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു സ്കിൻ ഗ്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതൊന്നും നമുക്ക് വേണ്ട, സ്കിൻ ഗ്രാഫ്റ്റ് ഒന്നും വേണ്ട, മറ്റത് ഇവിടെ നിന്ന് എടുത്തിട്ട് താഴെ കൊണ്ട് വെക്കണം, അല്ലാണ്ട് ഇതില്ലാണ്ട് ഒരു പരിപാടി ഇങ്ങനെയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഭയങ്കര പറ്റത്തില്ല. അതല്ല മറ്റു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമെന്ന്, നിങ്ങൾ ഭയങ്കര സംഭവമാണ്, നിങ്ങൾ പൈസ വേണമെങ്കിൽ പൈസ തരാം. അപ്പോൾ ഞാനത് പൈസയൊന്നുമില്ല സംഭവം, നമ്മളങ്ങനെയൊന്നുമല്ല, ഇത് നടക്കാത്ത കാര്യമാണ്. നമുക്ക് ഹാർട്ടിൻ്റെ സംഭവമൊക്കെ മാറ്റി വയ്ക്കാം, പക്ഷേ ഇത് കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. ഇങ്ങനെ ഏനൽ കനാലിൽ പകരമുള്ള പരിപാടിയൊന്നും നമ്മളിവിടെ ലോകത്ത് ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതിന് പകരം ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അയാൾ ചവിട്ടി മെതിച്ചങ്ങ് ഇറങ്ങിപ്പോയി, എനിക്ക് സർജറി വേണം. അപ്പോൾ അവനും ചെയ്തില്ല. നമ്മൾ അന്ന് വീട്ടിലോട്ട് നമ്മൾ താമസിച്ച സ്ഥലത്തോട്ട് പോകുമ്പോഴാണ് ഒരു 10 പേര് 8 പേര് തോക്കൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. നമ്മൾ വന്നിട്ട് ഈ പറയുന്ന അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞാനിവിടുത്തെ ഹെൽത്ത് മിനിസ്റ്ററാണ്. ഒരു ചെറിയ പയ്യനാണ്, അക്കോബയിലെ ഹെൽത്ത് മിനിസ്റ്റർ, കൗണ്ടിയിലെ ഹെൽത്ത് മിനിസ്റ്ററാണ്. ഇതിൻ്റെ അസിസ്റ്റൻ്റാണെന്ന് പറഞ്ഞിട്ട് കമ്മീഷണറാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ ഭയങ്കര സംഭവമാണ്, നമുക്ക് ഇന്ത്യക്കാരുടെ ഭയങ്കര ബഹുമാനമാണ് എന്നൊക്കെ എന്നെ തള്ളിക്കയറ്റുന്നു. അങ്ങനെ തള്ളിക്കയറ്റി നമ്മൾ പറഞ്ഞു. അവസാനം പറഞ്ഞു ആ ആൻറ്റിയുടെ കാര്യം അത് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം, ഡോക്ടർക്ക് അതിൻ്റെ എന്ത് വേണമെങ്കിലും നമുക്ക് തരാം, എന്ത് സഹായവും നമുക്ക് തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറയാൻ ശ്രമിച്ചു. ശ്രമിച്ചപ്പോഴേക്ക് മനസ്സിലായി പ്രശ്നമാണ്. കാരണം ടോമാർ തോക്കി പിടിച്ചു. അപ്പം ഞാനൊന്ന് കുറച്ച് പിന്നെ അതൊക്കെ മിണ്ടായിരുന്നു.
അപ്പോൾ അവസാനം അയാൾ പറഞ്ഞു നിർത്തിയതാ. വളരെ സൗമ്യമായിട്ട് ഭാഷയിൽ പറയുന്നു, ഡോക്ടർ ഇത് ചെയ്തിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ പോണ്ട. വളരെ ലാഘവത്തോടെ ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഇങ്ങനെയാണ് സിറ്റുവേഷൻ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഉടനെ പോയി എല്ലാവരും വിളിയൊക്കെ തുടങ്ങി. ഭയങ്കര ഫ്രാൻറ്റിക്കായിട്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിക്കുന്നു, ഇങ്ങനെ സംഭവിച്ചു ഇരിക്കുന്നു പറയുന്നു. അപ്പോൾ അവർ വിളിച്ച് എന്നിട്ട് നമ്മളുടെ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നതിൽ ഇവർ വീണ്ടും വരുന്നു. ഓക്കെ. വീണ്ടും ഹെൽത്ത് മിനിസ്റ്ററും സോഷ്യൽ വെൽഫെയർ മിനിസ്റ്ററും ഒക്കെ ആയിട്ട് വന്നിട്ട് പറയുന്നു, അടുത്ത ആഴ്ച അവിടുത്തെ പള്ളിയിലൊക്കെ എല്ലാം രാത്രി 12 മണിക്ക് പ്രത്യേക മാസമുണ്ട്. എന്തിനാണെന്നറിയാവോ? ഈ ഓപ്പറേഷൻ സക്സസ് ആവാൻ വേണ്ടിയിട്ട്, ഡോക്ടർ ചെയ്യുന്ന ഓപ്പറേഷൻ സക്സസ് ആവാൻ വേണ്ടിയിട്ട് എല്ലാ പള്ളിയിലും ഇത് മാസ് വെച്ചൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ കൂടെ തകർന്നു. ഈ പ്രശ്നം ഊരാൻ പറ്റത്തില്ലെന്ന നിലവാരത്തിലെത്തിയല്ലോ. അങ്ങനെ നാട്ടുകാർ മുഴുവൻ അറിയുന്നു, ഇത് ഇങ്ങനെ ഇന്ത്യയിലൊന്നും സർജൻ ഇങ്ങനെ ഇരിക്കുന്നു, അയാൾ ചെയ്യുന്നില്ലെന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ WHO വിളിക്കുന്നു, UN വിളിക്കുന്നു. അപ്പോൾ അവർ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോൾ പ്രസിഡൻറ്റിനേക്ക് വിളിക്കുന്നു, കൗണ്ടി പ്രസിഡൻറ്റിനേക്ക് വിളിക്കുന്നു. അപ്പോൾ കൗണ്ടി പ്രസിഡൻറ്റ് പറയുന്നു, ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുക, അതിനകത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാമെന്നൊക്കെ പറയുന്നു. അങ്ങനെയാണ് ഒരു തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് വിളിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ പ്രസിഡൻ്റ് ഒരു വലിയ താച്ച്ഡായിട്ടുള്ള ബിൽഡിങ്ങാണ്. അതിന് മുമ്പിൽ ഒരു വലിയൊരു വൃക്ഷമുണ്ട്, വലിയ വൃക്ഷം, പഴയ വൃക്ഷം എന്നാണ് പറയുന്നത്. ആ വൃക്ഷത്തിൻ്റെ ചോട്ടിലാണ് മീറ്റിംഗ് എല്ലാം നടക്കുന്നത്. കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബോർഡൊക്കെ കൊണ്ടുപോയി, ബ്ലാക്ക് ബോർഡൊക്കെ എടുത്തുകൊണ്ട് പോയി. പടങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ അവിടെ നിന്ന് അത്യാവശ്യം ഡൗൺലോഡ് ചെയ്തു. ഇതിൻ്റെ കംപ്ലീറ്റ് പഠിച്ച് ഏനൽ കനാലിൻ്റെ ഇന്നർവേഷനും അതിൻ്റെ അനാട്ടമിയും ഫിസിയോളജിയും എല്ലാം ഇങ്ങനെ പഠിച്ച് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അങ്ങനെ പോയി. അപ്പോൾ എല്ലാവരും ദിവസവും തുടങ്ങി മീറ്റിംഗ് തുടങ്ങുന്നു, എല്ലാവരും വന്ന് പറയുന്നു ഇതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നു. അവസാനം പറയുന്നു നമ്മുടെ ഇന്ത്യൻ ഡോക്ടർ പ്രൊഫസർ ഇത് എല്ലാം പരിഹരിക്കും, എല്ലാം അവസാനിക്കുന്നതിന്. അപ്പോൾ ഞാൻ അവസാനം വേണ്ടിയിട്ട് ഞാനൊരു മണിക്കൂർ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടർ CN വിജയൻ പറയുന്നുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഈ മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ സർജറി പ്രൊഫസറാണ് കക്ഷി പറയുന്നു, the anal canal is a wonderful, anal muscles are the wonderful muscles in the human body. It can handle solids, liquids and gases wherever and whenever it needed and accordingly. ഇങ്ങനെയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ സെന്റൻസസ് പറഞ്ഞിട്ടാണ് നമ്മൾ, ഭയങ്കര നെറേറ്റീവാണത്. ഇത് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്നു. അപ്പം ഞാൻ അതേ പറഞ്ഞ ക്ലാസ്സൊക്കെയാണ് തിരിച്ചെടുക്കുന്നത്, റീക്രിയേറ്റ് ചെയ്തൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്, ന്യൂയർ ഭാഷയിൽ ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും കൈകൊട്ടി. അപ്പോൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രസിഡന്റ് നോക്കുന്നുണ്ട് എന്താ തീരുമാനം എന്ന് പറഞ്ഞിട്ട്. പ്രസിഡന്റ് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ട് എപ്പോഴേക്കും ആ ഹെൽത്ത് മിനിസ്റ്റർ ചാടി വീണു. അയാൾ പറഞ്ഞു, ഇതൊക്കെ ശരി തന്നെ, പക്ഷേ മറ്റേ ജോൺസൺ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പരിഹരിക്കുമെന്ന്. നിങ്ങളെ ഓർഗനൈസേഷനാണ് ഇത് റെസ്പോൺസിബിലിറ്റി ഉള്ളത്, അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ്. അപ്പോൾ അല്ലാതെ ഇത് നടക്കുന്നൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ബാക്ക് ടു ഞാൻ പറഞ്ഞ നമ്മൾ ക്ലാസ്സില്ല, വെള്ളത്തിലായി, ഒന്നുമില്ല, തിരിച്ച് വീണ്ടും പഴയ സ്ഥിതിയിലായി. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിക്കൊണ്ട് അപ്പോഴാണ് ഈ കക്ഷി ജോഷുവ എന്ന് പറഞ്ഞ കക്ഷി. അപ്പോൾ നേരത്തെ പറഞ്ഞ സുഡാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇയാൾ ഒരു 18 വയസ്സിലോട്ട് യുദ്ധം തുടങ്ങിയതാണ് അയാൾ. ഇപ്പോൾ അയാൾക്ക് ഭയങ്കര കേണലൊക്കെയാണ്, ഇപ്പോഴും യുദ്ധം ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന മനുഷ്യനാണ്. ഒത്തിരി മരണങ്ങളും എല്ലാം കണ്ടിട്ടുള്ള കക്ഷിയാണ്. അപ്പോൾ കക്ഷിയാണ് പറഞ്ഞത്, ഇതൊരു ഗൈസ് വി ഹാവ് എ പ്രോബ്ലം ഹിയർ. ഇതുപോലൊരു ഇൻസിഡൻറ്റ് പണ്ട് നമുക്ക് ഖാർത്തൂമിലുണ്ടായിരുന്നു. നമ്മളൊരു കേണൽ ഇതുപോലെ യങ്ങായിട്ടുള്ള മനുഷ്യൻ ഇതുപോലെ കക്ഷി കയ്യിൽ എൽബോയ്ക്ക് മുകളിലൊരു വെടി കിട്ടി. അപ്പോൾ അന്ന് അവിടുത്തെ ഖാർത്തൂമിലെ ഡോക്ടർ ഇത് കൊണ്ടുവന്ന് പറഞ്ഞു, താഴോട്ട് ആർട്ടറിയൊന്നുമില്ല, എല്ലാം പോയി, ആംബ്യൂട്ടേറ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇവൻ ചെറിയ മനുഷ്യൻ, ഈ പറഞ്ഞ യങ്ങായിട്ടുള്ള മനുഷ്യൻ, നമുക്കത് ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. നമ്മൾ ഉടനെ ഇവന് വേണ്ടിയിട്ട് പ്രത്യേക ചാർട്ടേഡ് വിമാനം ഉണ്ടാക്കിയിട്ട് ഇവനെ ഇവിടുന്ന്
ലണ്ടനിൽ അയച്ചു. ലണ്ടനിൽ അയച്ചിട്ട് അവിടുന്ന് അവരൊരു 6 മാസം അവിടെ ചികിത്സിച്ചു. 3-4 ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു അത് ഇവിടെ വെച്ച് മുറിക്കണം. അപ്പോൾ തിരിച്ച് കൊണ്ടുവരാനുള്ള പൈസയൊന്നുമില്ല. അത്രയും പേര് മുറിക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ ഒന്ന് മുറിച്ചുകൂടെ? അത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനെ കൊണ്ട് കപ്പലിലൊക്കെ കൊണ്ട് പോർട്ട്സുഡാനിലെത്തി. അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും അത് പഴയ ഡോക്ടറെ കണ്ടു, കറുത്തമൂല. അപ്പോൾ അയാൾ പറഞ്ഞു ഇനിയിപ്പോൾ ഇതിവിടെ പറ്റത്തില്ല, ഇവിടെ വെച്ച് മുറിക്കണം. അങ്ങനെ ഷോൾഡറിൽ വെച്ചിട്ട് അത് മുറിക്കുകയാണ് ചെയ്തത്. അയാൾ ആ ഒരു പഞ്ച് ഡയലോഗ് ഇതാണ്, ഭയങ്കര ഒരു കട്ട പഞ്ച് ഡയലോഗായിരുന്നു. ഗൈസ്, വാട്ട് എവർ യു സേ, bullet has a trajectory. Bullet has a trajectory. It might take off your head, it might leave you an amputee, it might take off your finger, it might take off your heart. But always, a bullet leaves a scar behind. A scar behind. So, don't fight with a scar. Don't fight with a scar. അപ്പോൾ അത് പറഞ്ഞിട്ട് എപ്പോഴേക്കും എല്ലാവരും കട്ട സൈലൻസും. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ അതുപോലെയൊക്കെ തന്നെ കട്ട സൈലൻസ്. ആരും മിണ്ടുന്നില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല, എല്ലാവരും ആകാശത്തോട്ടൊക്കെ നോക്കിയിരിക്കുന്നു. ഈ പറഞ്ഞ ഈ ഫിലോസഫി കേട്ട് സ്റ്റണ്ടായ പോലെ എല്ലാവരും നോക്കിയിരിക്കുന്നു. അവസാനം അവർ പറഞ്ഞു, അങ്ങനെ പ്രസിഡന്റ് ഒരു ഡിസ്കഷൻ വെച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊളോസ്റ്റമി ബാങ്കൊക്കെ നമുക്ക് 5 വർഷത്തേക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ തൽക്കാലം അത് കൊടുത്ത് രക്ഷപ്പെട്ടു. നമ്മൾ അടുത്ത ദിവസം തന്നെ വണ്ടി കയറി തിരിച്ചു പോകുന്നു. കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ പറഞ്ഞ വേറെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ കരുതിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് തിരിച്ചു പോവുക ചെയ്ത്. അതെ, നമ്മൾ ആ ബുക്ക് വായിക്കുമ്പോൾ അതായിരുന്നു നമുക്ക് എങ്ങനെ അത് സർവൈവ് ചെയ്തു എന്താണ് എന്നുള്ളൊരു നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. നമുക്കത് സന്തോഷേട്ടൻ്റെ മനസ്സിൽ ആ സമയത്ത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതായിരുന്നു. മോശമായിട്ട് സിറ്റുവേഷൻസ് ആണ് അത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ ഇതൊക്കെ ഇറ്റ്സ് ലൈക്ക് ഇതിനെക്കാട്ടി മോശമാണ്. ഈ പറഞ്ഞ ആശുപത്രിക്കകത്തൊക്കെ വേറൊരു ഇൻസിഡൻറ്റ് അവിടെ തന്നെ ആശുപത്രിക്കകത്ത് ഒരു മിഡ് വൈഫ് ഉണ്ടായിരുന്നു. മിഡ് വൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസവിക്കുന്ന ഒരു പയ്യനാണ്. അവൻ ഈ പറഞ്ഞ വേറെ ഏതോ ഇങ്ങനെ ഉഗാണ്ടയിൽ നിന്ന് ട്രൈബ് ഒരു മനുഷ്യനാണ്. അപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞ ഒരു ഡിങ്ക ട്രൈബിൻ്റെ ലുക്കുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ത്രീ വന്ന് ഇത് കുട്ടി മരിച്ചു കഴിഞ്ഞതാണ്, വയറ്റിലുള്ള കുട്ടി ഈ പറഞ്ഞ സ്റ്റിൽ ബോണാണ്. അപ്പോൾ അതിന് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നേക്കുന്നത്. അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് സ്റ്റിൽ ബോണാണ്, കാണിച്ചു കൊടുത്തിട്ടുണ്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു. ആ ഡെലിവറി പറഞ്ഞിട്ട് അവസാനം ഇവനാണ് അത് അസിസ്റ്റ് ചെയ്തത്. ഈ ഡെലിവറി ചെയ്തിട്ട് അവർ കാണിച്ചു കൊടുത്തു, സ്റ്റിൽ ബോണം കാണിച്ചു കൊടുത്തു. അപ്പം ഈ മദേഴ്സ് അല്ലേ, അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ഡെലിവറി ഒക്കെ ആയിരുന്നു. അവരുടനെ വിളിച്ചു പോകാൻ തുടങ്ങി, ഈ ഡിങ്കൻ എൻ്റെ കുട്ടിയെ കൊന്നേന്ന് വിളിച്ചു പറഞ്ഞു. മെയിൽ മിഡ് വൈഫ്. അപ്പോൾ ഈ ആൾക്കാർ പറ്റുമ്പോൾ തോക്കുമായിട്ട് ലാൻഡ് ചെയ്യുന്നു, ആശുപത്രി വിളിക്കാൻ നോക്കുന്നു, ഇങ്ങനെ ഇവരെ ഇപ്പം വിടണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി പോയി നിൽക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അവസാനം വീണ്ടും ഇതുപോലെ ആ കൗണ്ടിയിലെ ആൾക്കാരെ എല്ലാം ഈ ബാക്കിയുള്ള മിനിസ്റ്ററേക്കോ കൂടുതൽ ലീഡേഴ്സിനെയൊക്കെ വിളിച്ചു വരുത്തി ഇതാണ് സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞു തീർന്ന് അതൊക്കെ ഈ പറഞ്ഞ തീരുമ്പോഴേക്കും ഈ പറഞ്ഞ രാത്രി 4 മണി 5 മണി ആകുമ്പോഴാണ് അവസരം സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് പിന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ വേറെ ഏതോ ഇൻസിഡൻറ്റിനകത്ത് ആൾക്കാരെല്ലാം കൂടെ UN ഹൗസിനകത്ത് കയറിപ്പോയി. അപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് അടുത്ത ഇതിനകത്ത് തന്നെ 2 ഫാക്ഷൻസാണ്. അവരെ കാണാൻ ഇതിന് ചുറ്റും എഴുന്നിട്ട് വെടിവെക്കുന്നുണ്ട്. നമ്മളിതെല്ലാം ഈ പറഞ്ഞ വളരെ ബിസെയറായിട്ടുള്ള ഇൻസിഡൻറ്റ്. ഈ പറഞ്ഞ ട്രൈബൽ വേൾഡിനകത്ത് ഉണ്ടാകുന്ന ഡൈനാമിക്സ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഒരു ഫൈറ്റ് നടക്കുന്നതെന്ന് വളരെ ലേറ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു വിഷയം. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ എത്ര തന്നെ അവെയർ ആയിരുന്നാലും നമ്മൾ കമ്മ്യൂണിറ്റി നടക്കുന്ന മുഴുവൻ കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. അത് അവരുടെ ഭാഷയും അവരുടെ സോഷ്യൽ സിറ്റുവേഷൻസൊക്കെയാണ്. ദാറ്റ്സ് എ പ്രോബ്ലം.